ഈ ദിവസം ആവർത്തിക്കാത്ത ഒരു വർഷം പോലും ഉണ്ടാകില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതിൻ്റെ പിടിയിലാണ് എല്ലാ വർഷവും കടന്നു പോകുന്നത്. ആ ദിവസമാകുമ്പോൾ പലരും വീട്ടുപണികൾ ചെയ്യില്ല, ജോലിക്ക് പോകില്ല. എന്തിന്? വീടിന് പുറത്തു പോലും ഇറങ്ങാൻ പേടിക്കും. ഈ ദിവസത്തെ പേടിക്ക് ഒരു പേരുമുണ്ട്. ഈ പേര് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വല്ലാണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഫ്രൈഡേ ദ 13th, 13-ാം തീയതി വെള്ളിയാഴ്ച ആകുന്നതിനെ ഓർത്തുള്ള മനുഷ്യരുടെ പേടിയാണ് ഈ വാക്ക്. ഇതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്ന സംഖ്യയും ദിവസവും. ഈ രണ്ട് പ്രത്യേകതകളും ഒരുമിച്ച് വരുന്നതിനെ ഇത്രയും ആളുകൾ പേടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഈ വെള്ളിയാഴ്ച പേടിയുടെ കഥ തുടങ്ങുന്നത് ഒരു വെള്ളിയാഴ്ചയിലല്ല. അന്ന് ആ വ്യാഴാഴ്ചത്തെ വിരുന്നിൽ മേശയുടെ ഒരറ്റത്ത് 13-ാമനായി ഒരുവനിരിപ്പുണ്ടായിരുന്നു. അവൻ്റെ പേര് യൂദാസ് കറിയോത്ത എന്നായിരുന്നു. അവന് കിട്ടിയ 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞ ആ വെള്ളിയാഴ്ച അവൻ്റെ ആയുസ് അവസാനിപ്പിച്ചു. അതോടെ 13 വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം ശപിക്കപ്പെട്ട ദിവസമായി എല്ലാവരും കണക്കാക്കുവാൻ തുടങ്ങി. വെള്ളിയാഴ്ചയുടെ ശാപം യഥാർത്ഥത്തിൽ അന്ന് തുടങ്ങിയതായിരുന്നില്ല. ദൈവത്തിൻ്റെ ആദ്യ ശിക്ഷയും അന്നായിരുന്നു. തുടർന്ന് കായേൻ ആബേലിനെ കൊന്നതും അതിൻ്റെ ശിക്ഷയും, ബാബേൽ ഗോപുരം തകർത്തതും ലോകം മുഴുവൻ പ്രളയം കൊണ്ട് മൂടിയ ശിക്ഷയുമൊക്കെ വെള്ളിയാഴ്ചകളിലായിരുന്നു എന്നാണ് വിശ്വാസം. ദൈവത്തിൻ്റെ പിന്തുടർച്ചക്കാർ എന്ന് വിശ്വസിച്ച് വന്നിരുന്ന രാജാക്കന്മാരും ഈ ദിവസം വധശിക്ഷകൾക്കായി മാറ്റിവെച്ചു. വിശുദ്ധ പാനപാത്രത്തിൻ്റെ സൂക്ഷിപ്പുകാർ എന്ന് കരുതപ്പെടുന്ന നൈറ്റ്സ് ടെംപ്ലാറിനെ നശിപ്പിക്കാൻ ഉത്തരവിറക്കിയതും 1307 13-ാം തീയതി വരുന്ന ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അതിനാൽ ഇന്നും പല കോടതികളിലും ലിഫ്റ്റുകളിലും ഫ്ലൈറ്റുകളിലും 13 എന്ന സംഖ്യ കഴിയുന്നതും ഉപയോഗിക്കാറില്ല. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു നിർത്താം. ഞങ്ങളുടെ നാട്ടിൽ വിരുന്നിന് വിളിക്കുമ്പോൾ 13 ആളുകൾ മാത്രമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇനി എങ്ങാനും അങ്ങനെ വന്നാൽ 2 കസേരകൾ കൂടിയിട്ട് അതിലൊന്നിൽ ഒരു പാവയിരുത്തി അതിനെ 14-ാമത്തെ അതിഥിയായി കണക്കാക്കുമായിരുന്നു. ഒരിക്കൽ എൻ്റെ കുടുംബ വീട്ടിലും ഇങ്ങനെയൊരു സാഹചര്യം വന്നു. അതൊരു ജനുവരി മാസത്തിലായിരുന്നു. ക്രിസ്തുമസിന് പുൽക്കൂട് വച്ചത് അതുവരെ പൊളിച്ചിട്ടില്ലായിരുന്നു. 14-ാമത്തെ അതിഥിയായി പുൽക്കൂട്ടിൽ നിന്ന് മാലാഖയെ എടുത്ത് കസേരയിൽ വെച്ചു. അന്നു മുതൽ ഒരു മാലാഖയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ സ്ഥിരമായി ഉണ്ടെന്നാണ് മുത്തശ്ശി പറയുന്നത്. എന്നാൽ അന്ന് ആരാണ് വന്നതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു കാലത്ത് സാത്താന്മാരും മാലാഖമാരായിരുന്നല്ലോ.